വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 500 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഇവിടെ ഒരു പാനിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഇത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഇതൊന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി, ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദാ ഇത് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി, ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ആ ഒരു പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒരല്പം ആറി വന്നിട്ടുണ്ട്. അതിനുശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മാഷർ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് വാഷും ഉപയോഗിച്ചും ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് എരിവിന് പാകത്തിന് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പിസ്സ സീസണിങ് ചേർത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ബൈൻഡിങ്ങിനായിട്ട് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതിയാകും. നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്സ സീസണിങ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങിൽ വെള്ളപ്പറ്റ് വളരെ കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിക്കാകുമ്പോൾ നമുക്കിതിൽ കുറച്ച് പൊടി ആവശ്യമായിട്ട് വരുള്ളൂ. ഒരുപാട് വെള്ളപ്പറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് പൊടിയുടെ ആവശ്യം വരും. ഇതിലിപ്പോൾ 1/2 കപ്പ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കൂട്ടിവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകേൻ്റെ മുകളിലേക്ക് എണ്ണയാക്കിയിട്ട് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് നല്ലപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ഇതിപ്പം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അരികുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ സ്ട്രൈപ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് അരികുകൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു രീതിക്ക് കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഞാനിതിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നീളത്തിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒട്ടും പൊട്ടിപ്പോകുമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് മുറിച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം അനക്കാതെ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ആദ്യം അനക്കാൻ നിൽക്കണ്ട. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് എണ്ണയുടെ മുകളിലേക്ക് ഈ ഒരു രീതിക്ക് ഒന്ന് പൊങ്ങി വരും. ഇതുപോലെ പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് ആദ്യം തന്നെ നമ്മളിത് അനക്കാൻ നിന്ന് കഴിഞ്ഞാൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ കളറൊക്കെ നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറിലുള്ള പലഹാരമാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൂടാറും തോറും അതിൻ്റെ ക്രിസ്പിനെസ്സും കുറഞ്ഞു പോകും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും വളരെ കുറച്ച് ചേരുവകളും ചേർത്തുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. സോസൊക്കെ ഉപയോഗിച്ച് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.